എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമ്മുടെ ചില വാർത്തകൾ ചിലർക്ക് കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെ പരിഭ്രാന്തിയാണ്. ഈ മറുപടി പറയാനായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവർ സ്വയം മാന്തി പറിച്ച് കളിച്ചുകൊണ്ടിരിക്കും. വേറൊന്നും പറയാനില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരതിക്കൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജനപ്രതിനിധികളുടെ അടുത്ത് വരെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നഗരസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഒരാളുടെ പേരിൽ 1.5 കോടി ചെലവഴിച്ച് സ്മാരകം പണിതിരിക്കുന്നു. അതൊരു കക്കൂസക്കുഴി പോലും കുത്താണ്ട് അവിടെ കിടക്കുന്നു. വലിയ എന്താ പറയുക, വലിയ അറിവുള്ള മനുഷ്യൻ വെറും ഒരു കസേര മനുഷ്യനായിട്ട് മാറിപ്പോയില്ലോ. അതും നല്ല ജനപ്രതിനിധികളുടെ ഫണ്ട്, ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടിയൊക്കെ പൊട്ടിച്ച് ഇതുപോലത്തുള്ള മണ്ടത്തരങ്ങൾ ചെയ്തില്ലേ എന്നുള്ള ചോദ്യം നെഞ്ചത്തടിച്ചപ്പോൾ ഹൃദയം തകർന്നുകൊണ്ട് കസേര മനുഷ്യൻ എൻ്റെ പഴയ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ സുഹൃത്തെ, ഇതൊക്കെ ഒരുപാട് പേര് കണ്ടതാണ്, ഒരുപാട് പേര് കണ്ട സംഭവങ്ങളാണത്. മനസ്സിലായിണ്ടാവും. അപ്പോൾ താങ്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ബിടെക്കിന് പഠിക്കാൻ പോയിട്ട് നഴ്സറി സ്കൂളിൽ പോയി ചേർന്ന താങ്കളോട് എനിക്ക് തരാനായിട്ടുള്ളൊരു ഉപദേശം ഞാനൊരു വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയും വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരുള്ളൊരു പാരൽ കോളേജിലേക്ക് പോയ ഒരു യാത്രയാണ്. പുതുക്കാട് നിന്ന് പോയ യാത്രയും ആ ബസ്സിൻ്റെ ഉള്ളിലുണ്ടായ സംഭവങ്ങളാണ്. അത് നെക്സ്റ്റ് കഥയായിട്ട് വരാം. അതിൽ അസാധാരണത്വം നിറഞ്ഞ ചില സംഭവങ്ങൾ നടന്നതും അങ്ങനെ ഒരു തുടർ കഥയായിട്ട് നമുക്ക് ആരംഭിക്കാം. എന്തായിരുന്നാലും കസേര മനുഷ്യൻ്റെ ഉള്ളിൽ കിടുങ്ങി. ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല. 1.5 കോടി ആസ്തി വികസന ഫണ്ട് ചെലവഴിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയമസഭയിലും നഗരസഭയിലും തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ പേരിൽ സ്മാരകം പണിതത് എന്തിന്? ജനകീയ ഫണ്ട്. ഇതായിരുന്നു എൻ്റെ ചോദ്യം. ഉത്തരമില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പരതിക്കൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് ബിടെക്കിന് പോയിട്ട് നഴ്സറി സ്കൂളിൽ പോയി ചേർന്ന താങ്കൾക്ക് പറ്റുന്നൊരു വീഡിയോ കൂടി ഞാൻ ഇട്ട് തരണം. എൻ്റെ പഴയ വീഡിയോ ഉണ്ട്, അത് ഇട്ട് തരണം. നന്ദി, നമസ്കാരം. അപ്പം നെക്സ്റ്റ് കഥ വരാൻ പോകുന്നത് നമ്മൾ തൃശ്ശൂരുള്ള പാരലൽ കോളേജിലേക്ക് പുതുക്കാട് വഴി പോയ ഒരു പഴയ ഒരു 80കളിൽ നടന്നൊരു യാത്രയാണ്. അതിൻ്റെ കഥ ഞാൻ അടുത്ത ദിവസം വരാം. മാമാപ്പണി ചെയ്ത് നീ പാവൻ ജനങ്ങളെ നീ മുഴുവൻ നശിപ്പിക്കാൻ ഇട്ട് കൊടുക്കുക. ഒരു കോമഡിക്കാരൻ പറയണ കേട്ടിട്ട് ഈ ഡയലോഗ് കളിക്കേണ്ട ആവശ്യമില്ല. വളരെ താത്വികപരമായ ഇടപെടലുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ മണ്ണ് പണയം വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായിണ്ട? വളരെയധികം കാര്യങ്ങൾ സൈദ്ധാന്തികപരമായി ചിന്തിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ മാത്രമേ നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ നോക്ക് AK-47 നല്ല സാധനം, പക്ഷേ സാധനം തകർക്കും. ഒരിക്കൽ കൂടി ഇതിന്റെ ഒന്നും ശക്തി അറിയില്ല.